നമസ്കാരം, UK മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. UK ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഇന്ത്യ. UK ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾക്കെതിരായി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഇന്ത്യ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UK സന്ദർശനത്തിനിടെ ഈ കാര്യം ഉന്നയിച്ച് ബ്രിട്ടീഷ് നേതാക്കളുമായി ആശങ്ക പങ്കുവച്ചു. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുൻപിലുണ്ടായ ഖലിസ്ഥാൻ അനുകൂല പ്രക്ഷോഭങ്ങളും അക്രമ സംഭവങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ത്യയുടെ പ്രതിഷേധം. മാർച്ച് 4-ന് UK ഹോം സെക്രട്ടറി യവായ് കൂപ്പറുമായി കൂടിക്കാഴ്ച നടത്തിയ ജയശങ്കർ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ അക്രമവും തീവ്രവാദവും പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നയതന്ത്ര കാര്യങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് UK സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2023 മാർച്ചിൽ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിൽ ഖലിസ്ഥാൻ അനുകൂലികൾ ഇന്ത്യൻ പതാക കീഴിലാക്കിയ സംഭവത്തിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ UK സർക്കാർ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്തണം. ജനാധിപത്യത്തിന്റെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും UKയും തമ്മിലുള്ള ബന്ധം ശക്തമാണ്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന് ലണ്ടൻ മലയാളികളും അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ ആശങ്കകളെ പരിഗണിച്ച് UK സർക്കാർ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ജയശങ്കറിന്റെ 6 ദിവസത്തെ UK അയർലാൻഡ് സന്ദർശനത്തിനിടെ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളിലും പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. UKയിലെ ചാൻസലർ റേച്ചൽ റീവ്സ് ക്ഷേമ പദ്ധതികളിൽ ബില്യൺ കണക്കിന് പൗണ്ടിന്റെ ചിലവ് കുറയ്ക്കാൻ പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ. UKയിലെ ചാൻസലർ റേച്ചൽ റീവ്സ് ക്ഷേമ പദ്ധതികളിൽ ബില്യൺ കണക്കിന് പൗണ്ടിന്റെ ചിലവ് കുറയ്ക്കാൻ പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ജിയോ പൊളിറ്റിക്കൽ പരിസ്ഥിതിയും മൂലമുണ്ടായ ബജറ്റ് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒക്ടോബറിൽ ബജറ്റിൽ 9.9 ബില്യൺ പൗണ്ടായി കണക്കാക്കിയ ധനലഭ്യത ഈടുപിടിക്കാനാകില്ലെന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ഈ പശ്ചാത്തലത്തിൽ മാർച്ച് 26-ന് നടക്കുന്ന സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിനായി ക്ഷേമ ബജറ്റിലും മറ്റ് സർക്കാർ വകുപ്പുകളിലും വൻതോതിൽ ചിലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. BBC ന്യൂസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളുടെ വർധനവ് നിയന്ത്രിക്കാൻ രാഷ്ട്രീയമായി വേദനാജനകമായ നടപടികൾ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും പറയുന്നു. വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലിസ് കെൻഡാൽ അതിനു സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. ക്ഷേമ പരിഷ്കരണങ്ങൾ വഴി കൂടുതൽ ആളുകളെ തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചെത്തിക്കാനും NHSന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ചാൻസലർ റീവ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയുടെ മന്ദഗതിയും പണപ്പെരുപ്പവും 3% ഉയർന്നതും ഗവൺമെന്റ് ബോണ്ടിന്റെ താൽപര്യ നിരക്കിൽ ഉണ്ടായ വർധനവുമാണ് ഈ ചെലവ് ചുരുക്കലിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. യുക്രൈൻ യുദ്ധം പോലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, പ്രതിരോധ ചെലവിന്റെ വർധന, അന്താരാഷ്ട്ര സഹായ ബജറ്റിലെ വെട്ടിക്കുറവ് എന്നിവയും സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഏകദേശം 5 ബില്യൺ പൗണ്ടിന്റെ ക്ഷേമ വെട്ടിക്കുറവാണ് ആലോചനയിലുണ്ടായതെന്ന സൂചനയും പുറത്തുവരുന്നു. എന്നാൽ ഇതിന് ലേബർ പാർട്ടിയിലുടനീളം അസ്വസ്ഥതയുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദശകങ്ങളിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ കർശന ചിലവ് നിയന്ത്രണ നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി നിലകൊണ്ട ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ നീക്കം തർക്കങ്ങൾക്ക് കാരണമായേക്കാം. ക്ഷേമ പരിഷ്കാരം അനിവാര്യമാണ്, പക്ഷേ ഇതിന്റെ ഭാഗമായി നികുതിദായകർക്ക് നീതി ഉറപ്പാക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വേണം. യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ റഷ്യക്കെതിരെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായകമായ രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുന്നത് US നിർത്തിയതായി റിപ്പോർട്ടുകൾ. യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ റഷ്യക്കെതിരെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായകമായ രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുന്നത് US നിർത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം യുക്രൈനായുള്ള എല്ലാ സൈനിക സഹായവും താൽക്കാലികമായി തടഞ്ഞതിനെ തുടർന്നാണ് ഈ നീക്കം. വാഷിംഗ്ടണിൽ ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ നീക്കം യുക്രൈന്റെ സൈനിക ശേഷിയെ ഗൌരവപരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ട്രംപിനെ വിശ്വസനീയ സഖ്യകക്ഷിയെന്ന് വിശേഷിപ്പിച്ചിരുന്നു.
പാർലമെന്റിൽ നടന്ന ചോദ്യോത്തരവേളയിൽ US, UK, യൂറോപ്പ്, യുക്രൈൻ എന്നിവർ തമ്മിലുള്ള സഹകരണം തുടരണമെന്ന് നിർണായകമാണെന്നും സ്റ്റാർമർ പറഞ്ഞിരുന്നു. തന്റെ ഭരണകാലത്ത് പ്രചാരത്തിലിരുന്ന സോപ്പ് ദി ബോട്ട്സ് എന്ന മുദ്രാവാക്യം അതിരുകടന്നെന്ന് സംബന്ധിച്ച് മുൻ UK പ്രധാനമന്ത്രി ഋഷി സുനക് തന്റെ ഭരണകാലത്ത് പ്രചരിച്ചിരുന്ന സ്റ്റോപ്പ് ദി ബോട്ട്സ് എന്ന മുദ്രാവാക്യം അതിരുകടന്നെന്ന് ഏറ്റുപറഞ്ഞു. BBC റേഡിയോ 4ന്റെ പൊളിറ്റിക്കൽ തിങ്കിംഗ് വിത്ത് നിക് റോബിൻസൺ എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു കുറ്റസമ്മതം. അനധികൃത കുടിയേറ്റം തടയാനുള്ള ശ്രമങ്ങൾ ശരിയാണെങ്കിലും ഈ സന്ദേശം കൃത്യമായി അവതരിപ്പിച്ചില്ല എന്നും അദ്ദേഹം സമ്മതിച്ചു. ഞങ്ങളുടെ ഔദാര്യവും സഹാനുഭൂതിയും അതിരുകളില്ലാത്തതാണ്, പക്ഷേ വിഭവങ്ങൾ അങ്ങനെയല്ല എന്നും സുനക് വ്യക്തമാക്കി. ചാനൽ കടന്ന് അനധികൃതമായി ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാരെ തടയുന്നതിന്റെ പ്രാധാന്യം നൽകേണ്ട വിഷയമായിരുന്നെങ്കിലും ഈ മുദ്രാവാക്യം വിഷയത്തിന്റെ സങ്കീർണതകളെ അപ്രസക്തമാക്കി എന്നും അദ്ദേഹം സമ്മതിച്ചു. ഈ വെല്ലുവിളിയുടെ തീവ്രത മനസ്സിലാക്കാൻ താൻ കൂടുതൽ മനസ്സ് നിർത്തേണ്ടതായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുനകിന്റെ ഈ തുറന്നു പറച്ചിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭാവി നയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.